Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Assalamualaikum warahmatullahi wabarakatuh. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സൊക്കെ വേണ്ട വിധം മനസ്സിലാക്കി അർത്ഥം മനഃപ്പാഠമാക്കി പാഠഭാഗങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഏകദേശം 90% എല്ലാ കുട്ടികളും ക്ലാസ് വേണ്ട വിധം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഒന്ന് കാര്യക്ഷമമാക്കേണ്ടതുണ്ട് ക്ലാസ്. കാരണം ഇത് അധ്യാപകർക്കോ ഉസ്താദുമാർക്കോ വേണ്ടിയിട്ടല്ല ഇങ്ങനെ പറയുന്നത്. ഇനി പരീക്ഷ ഈ കൊറോണ കഴിഞ്ഞ് ക്യാമ്പസൊക്കെ സാധാ പോലെ പ്രവർത്തിക്കുന്ന സമയത്ത് ഇപ്പോൾ എടുത്തു തന്ന ഭാഗങ്ങൾ ഒരു കാരണവശാലും ഒരു ഉസ്താദും എടുത്തു തരില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങളോട് വീണ്ടും 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 ഊന്നി പറയുന്നത്. എടുക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് പഠിക്കുക, അല്ലെങ്കിൽ അതൊരു വലിയ ഭാരമായി മാറും. അത് പിന്നെ നാളെ പഠിക്കാന്ന് വെച്ച് പിന്നെ ആ പാഠഭാഗങ്ങളെ കിട്ടൂല. അത് പിന്നെ അടുത്ത കൊല്ലം ഈ കൊല്ലം ക്ലാസ് സാധാ ഗതിയിലേക്ക് നീങ്ങുന്ന ടൈം പിന്നെ ആ ഭാഗങ്ങളൊന്നും കവർ ചെയ്യാതെ പോകേണ്ടി വരും. അപ്പോൾ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന ടൈം അത് പിന്നെ ദോഷകരമായി ബാധിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഓരോ ദിവസം എടുക്കുന്ന ഭാഗങ്ങൾ അന്നു തന്നെ പഠിക്കണം, എന്നിട്ട് അത് ഇങ്ങനെ വാട്സപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങളെ ഇടങ്ങാറാക്കാനോ വേണ്ടിയൊന്നുമല്ല. അപ്പോൾ എല്ലാവരും എടുത്ത ഭാഗങ്ങൾ അന്നു തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ ടോൾസ്റ്റോയുടെ പ്രസിദ്ധമായ 3 ചോദ്യങ്ങൾ എന്ന 3 questions എന്ന സ്റ്റോറിയാണ് നമ്മൾ ഇതുവരെ കവർ ചെയ്ത് വരുന്നത്. അപ്പോൾ രാജാവ് മുനിയുടെ അടുത്തേക്ക് എത്തി. അങ്ങനെ മുനിയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ മുനി സന്യാസി ഉത്തരം നൽകില്ല. അങ്ങനെ തിരികെ ഒരു വൈകുന്നേര സമയത്ത് ഒരു താടി വെച്ച ഒരു മനുഷ്യൻ ഓടി വരുന്നു. അങ്ങനെ മുറിവേറ്റ ഒരു മനുഷ്യൻ ഓടി വരുന്നു. അവനെയൊക്കെ ശുശ്രൂഷിച്ച് അങ്ങനെ വേണ്ട വിധം കൈകാര്യം ചെയ്ത് അങ്ങനെ അവൻ ചോദിക്കുന്നു, എനിക്ക് പുറത്തു തരണം. അപ്പൊ എന്താണ് ഞാൻ പുറത്തു തരാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ മുറിവേറ്റ മനുഷ്യൻ പറയുന്നു, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാരണം കൊണ്ട് നിങ്ങൾ എനിക്ക് പുറത്തു തരണം എന്ന് രാജാവിനോട് ആവശ്യപ്പെട്ട രാജാവ് അതല്ല, അതിന് കൂടുതൽ തന്റെ പുറത്തു കൊടുക്കുക മാത്രമല്ല തന്റെ കൂടെയുള്ള ഡോക്ടർമാരെയും പിന്നെ മറ്റു ബന്ധപ്പെട്ടവരെയൊക്കെ ഇദ്ദേഹത്തെ പരിപാലിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ രാജാവ് വേണ്ട വിധം ചെയ്ത് യാത്ര തിരിക്കുന്ന സമയത്ത് വീണ്ടും സന്യാസിയോട് ചോദിച്ചു. താൻ വന്ന കാര്യം രാജാവ് മറന്നിട്ടില്ല. കാരണം വന്നത് എന്തിനായിരുന്നു? 3 ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ കണ്ടെത്താൻ വേണ്ടിയാണ്. അങ്ങനെ സന്യാസിയോട് ചോദിച്ചു, എനിക്ക് ദയവ് ചെയ്ത് എന്റെ 3 ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് രാജാവ് സന്യാസിയോട് യാചിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ സന്യാസിയുടെ മറുപടി, You have already been answered. You have already been answered. You have answered. You have answered. നീ ഉത്തരം നൽകിയിട്ടുണ്ട്. മനസ്സിലായോ? You have answered എന്ന് പറഞ്ഞാൽ നീ ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോ എന്താണ് നമ്മൾ ടെക്സ്റ്റിലുള്ളത്? യു ഹാവ് ബീൻ ആൻസേർഡ് എന്നുള്ളത്. അപ്പോ ഇത് എന്തായി? ഇത് യു ഹാവ് ആൻസേർഡ് എന്നുള്ളത് ആക്റ്റീവ്. മനസ്സിലായോ? ആക്റ്റീവ് ടെൻസും യു ഹാവ് ബീൻ ആൻസേർഡ് എന്നുള്ളത് പാസീവ് ടെൻസുമാണ്. ആക്റ്റീവ് പാസീവ് എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്ത്? ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ മാറൂഫ്, അറബിയിൽ മാറൂഫ് എന്ന് പറയുന്ന പേരിനാണ് എന്താ പറയാ ആക്റ്റീവ് എന്നും, പാസീവ് എന്ന് പറഞ്ഞാൽ മജ്ഹൂൽ. മനസ്സിലായോ? യു ഹാവ് ബീൻ ആൻസേർഡ്, നിനക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. ആൾറെഡി, നേരത്തെ തന്നെ. യു ഹാവ് ആൾറെഡി ബീൻ ആൻസേർഡ്. ആൾറെഡി നേരത്തെ തന്നെ നിനക്കുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നിനക്ക് ലഭിച്ചിട്ടുണ്ട്. യു ഹാവ് ബീൻ ആൻസേർഡ്. യു ഹാവ് ആൾറെഡി ബീൻ ആൻസേർഡ്. നിനക്ക് നേരത്തെ തന്നെ ഉത്തരം ലഭിച്ചിട്ടുണ്ട്. മനസ്സിലായ വ്യത്യാസം? യു ഹാവ് ആൻസേർഡ് എന്ന് പറഞ്ഞാൽ നീ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. യു ഹാവ് ബീൻ ആൻസേർഡ്, നിനക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട്.
മനസ്സിലാകാ, നിനക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. ആരോ നിനക്ക് ഉത്തരം നൽകപ്പെട്ടിട്ടുണ്ട്. said the hermit, ആ സന്യാസി പറഞ്ഞു, മറുപടി പറഞ്ഞു. still bending, നിന്നുകൊണ്ട്. bending എന്ന് പറഞ്ഞാല് bending down, കുനിഞ്ഞുകൊണ്ട്. നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെ, നീ ആ മുട്ടും കാലിന് മേൽ കുനിഞ്ഞുകൊണ്ടായിരുന്നു. ആ സോയി എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് പറയില്ലേ, മുട്ടും കാലുമേൽ നിന്നുകൊണ്ട്, അഥവാ കുനിഞ്ഞുകൊണ്ട്. ബെൻഡിങ് എന്ന് പറഞ്ഞാല് കുനിഞ്ഞുകൊണ്ട് എങ്ങനെ, ദി ഹെർമിറ്റ് said the hermit, ആ സന്യാസി മറുപടി പറഞ്ഞു. still നിന്നുകൊണ്ട്. എങ്ങനെ, ബെൻഡിങ് ഡൗൺ, കുനിഞ്ഞു നിന്നുകൊണ്ട് രാജാവിനോട് സന്യാസി മറുപടി പറഞ്ഞു. മനസ്സിലായോ? എവിടത്തേക്ക്, എങ്ങനെ കുനിഞ്ഞു? ടു ദി ഗ്രൗണ്ട്, ഗ്രൗണ്ടിലേക്ക് കുനിഞ്ഞുകൊണ്ട്, അഥവാ സാധാ കുനിയുന്നത് പോലെ സന്യാസി കുനിഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു. സന്യാസി നേരം എന്താ ചെയ്യുന്നത്? സോയിങ്. മനസ്സിലായോ? പ്ലാന്റ് നടുകയായിരുന്നു ആര്? സന്യാസി ചെയ്തുകൊണ്ടിരുന്ന പണി. മനസ്സിലാകുന്നുണ്ടല്ലോ? The hermit was on his knees, തന്റെ മുട്ടിൻകാലിന്മേലായിരുന്നു, അഥവാ കുനിഞ്ഞുകൊണ്ടായിരുന്നു ആരുണ്ടായിരുന്നത്? സന്യാസി ഉണ്ടായിരുന്നത്. അങ്ങനെ നിന്നുകൊണ്ട്. said the hermit, സന്യാസി മറുപടി പറഞ്ഞു. എങ്ങനെ? still bending, കുനിഞ്ഞുകൊണ്ട്. മനസ്സിലായോ? കുനിഞ്ഞുകൊണ്ട് സന്യാസി മറുപടി പറഞ്ഞു. to the ground, ഗ്രൗണ്ടിലേക്ക് കുനിഞ്ഞുകൊണ്ട്. and looking, കുനിഞ്ഞുകൊണ്ട് and looking up, തന്റെ തല ഉയർത്തി. കുനിഞ്ഞു നിന്ന് തല ഉയർത്തിക്കൊണ്ട് രാജാവിനോട് മറുപടി പറഞ്ഞു. ലുക്കിംഗ് അപ്പ്, ലുക്കപ്പ്, മേലോട്ട് നോക്കുക. അപ്പോ സന്യാസി കുനിഞ്ഞുകൊണ്ടും രാജാവ് നിന്നുകൊണ്ടുമാണ്. രാജാവ് നിൽക്കുകയും സന്യാസി കുനിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ കുനിഞ്ഞുകൊണ്ട്. പിന്നെ എന്തോ? ലുക്കിംഗ് അപ്പ്, കുനിഞ്ഞ് തല മേലോട്ടേക്ക് നോക്കിക്കൊണ്ട്. ലുക്കിംഗ് അപ്പ്, മേലോട്ടേക്ക് നോക്കുന്നു. അറ്റ് കിങ്, രാജാവിലേക്ക്. ലുക്കിംഗ് അപ്പ് അറ്റ് ദി കിങ്, രാജാവിലേക്ക് മേലോട്ടേക്ക് തല ഉയർത്തി നോക്കിക്കൊണ്ട്. മനസ്സിലാക്കിക്കോ? അപ്പൊ സന്യാസി രണ്ട് രീതിയിലാണ്. ഒന്ന് കുനിഞ്ഞുകൊണ്ടാണ്, താഴോട്ടേക്ക് നിലത്തേക്ക് കുനിഞ്ഞുകൊണ്ടാണ് സന്യാസി നിൽക്കുന്നത്. പിന്നെ എങ്ങനെയുമാണ് നിൽക്കുന്നത്? ലുക്കിംഗ് അപ്പ്, മേലോട്ടേക്ക് തല ഉയർത്തിക്കൊണ്ട്. മനസ്സിലായോ? കുനിഞ്ഞ് തല ഉയർത്തിക്കൊണ്ട് രാജാവിനോട് മറുപടി പറഞ്ഞു. ലുക്കിംഗ് അപ്പ്, ഉയർത്തിക്കൊണ്ട്, നോക്കി, മേലോട്ടേക്ക് നോക്കിക്കൊണ്ട്. ലുക്കിംഗ് അപ്പ്, മേലോട്ടേക്ക് നോക്കുക. എവിടത്തേക്കാണ് നോക്കുന്നത്? അറ്റ് ദി കിങ്, രാജാവിലേക്ക് നോക്കിക്കൊണ്ട്. as he stood before him, as എന്നാൽ when, എപ്പോൾ? he stood, ആ രാജാവ് നിന്നപ്പോൾ. before him, സന്യാസിയുടെ മുമ്പിൽ. സന്യാസിയുടെ മുമ്പിൽ രാജാവ് നിന്നപ്പോൾ. രാജാവ് സന്യാസിയുടെ മുമ്പിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സന്യാസി എന്തായിരുന്നു ചെയ്യുന്നത്? അവിടെ കുനിഞ്ഞുകൊണ്ട് പ്ലാന്റ് നടുകയാണ് സന്യാസി ചെയ്യുന്നത്. എന്നിട്ട് കുനിഞ്ഞുകൊണ്ട് സന്യാസി രാജാവിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? യു ഹാവ് ആൾറെഡി ബീൻ ആൻസേർഡ്, നേരത്തെ തന്നെ നിനക്ക് അതിനുള്ള ഉത്തരം നൽകിയിട്ടുണ്ടല്ലോ എന്ന് സന്യാസി രാജാവിനോട് പറഞ്ഞു അത്രേ. അപ്പൊ രാജാവിനോട് മറുപടി പറഞ്ഞത് നിനക്ക് അതിനുള്ള ഉത്തരം നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ രാജാവിന് സംശയം. എന്ത്? ഹൗ ഹാവ് ഐ ബീൻ ആൻസേർഡ്? ഹൗ, ഏത് രീതിയിൽ? ഹൗ, ഏത് രീതിയിൽ? എങ്ങനെ? ഹൗ എന്ന് പറഞ്ഞാല് ഹൗ, ഏത് രീതിയിൽ? ഏത് രീതിയിലാണ്? ഹൗ, ഏത് രീതിയിലാണ്? ഏത് രീതിയിലാണ്? ഹാവ് ഐ ബീൻ ആൻസേർഡ്, അതോ ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റിയതാണ്. ഏത് ടെൻസിൽ, ഏത് രൂപം? ഐ ഹാവ് ബീൻ ആൻസേർഡ്. മനസ്സിലായോ? നേരത്തെ പറഞ്ഞു ഐ ഹാവ് ആൻസേർഡ്, ഞാൻ ഉത്തരം നൽകിയിട്ടുണ്ട്. മനസ്സിലായോ? ഐ ഹാവ് ബീൻ ആൻസേർഡ്, എനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് എന്നതിനെ
മാറ്റി ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റി. എങ്ങനെ? ഹൗ എന്ന് ചേർത്തു. അപ്പോ ഹാവ് എന്നത് ഇപ്പുറം വന്നു. മനസ്സിലായോ? ഹൗ ഹാവ് ഐ ബീൻ ആൻസേർഡ്, എങ്ങനെയാണ് എനിക്ക് ഉത്തരം കിട്ടിയത്, എനിക്ക് ഏത് രീതിയിലാണ് ഉത്തരം ലഭിച്ചത്. നിങ്ങൾ പറഞ്ഞത് യു ഹാവ് ആൾറെഡി ആൻസേർഡ്, താങ്കൾക്ക് ഉത്തരം നേരത്തെ ലഭിച്ചിട്ടുണ്ടെന്ന് സന്യാസി രാജാവിനോട് പറഞ്ഞു. അപ്പൊ സന്യാസിയോട് രാജാവ് തിരിച്ചു ചോദിക്കുക, ഏത് രീതിയിലാണ് എനിക്ക് ഉത്തരം ലഭിച്ചിട്ടുള്ളത്? ഹൗ, ഏത് രീതിയിൽ? ഐ ഹാവ് ബീൻ ആൻസേർഡ്, എനിക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട്, അത് ഏത് രീതിയിലാണ് എന്ന് രാജാവ് സന്യാസിയോട് തിരിച്ചു ചോദിച്ചു. അപ്പോ ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഈ ഹാവ് എന്നതിനെ എന്താക്കും? ഇങ്ങോട്ടേക്ക് മാറ്റി വരും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാ അല്ലാഹ് വന്നിട്ട് പഠിക്കാം. വാട്ട് ഡു യു മീൻ, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? വാട്ട്, എന്ത്. ഡു യു മീൻ, മീൻ പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. മീൻ അർത്ഥമാക്കുന്നത് എന്താണ്? വാട്ട്, എന്താണ് താങ്കൾ അർത്ഥമാക്കുന്നത്? താങ്കൾ പറഞ്ഞല്ലോ യു ഹാവ് ആൾറെഡി ആൻസേർഡ്, താങ്കൾക്ക് നേരത്തെ ഉത്തരം ലഭിച്ചിട്ടുണ്ടെന്ന് താങ്കൾ എന്നോട് പറഞ്ഞല്ലോ. ഹൗ ഐ ഹാവ് ബീൻ ആൻസേർഡ്, എങ്ങനെയാണ് എനിക്ക് ഉത്തരം ലഭിച്ചത്? വാട്ട് ഡു യു മീൻ, എന്താണ് താങ്കൾ അർത്ഥമാക്കുന്നത്, എന്താണ് താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സന്യാസിയോട് രാജാവ് തിരിച്ചു ചോദിച്ചു. ഡു യു നോട്ട് സീ, താങ്കൾ കണ്ടിട്ടില്ലേ? ഡു യു നോട്ട് സീ, താങ്കൾ കണ്ടിട്ടില്ലേ? ഡു യു നോട്ട് സീ, താങ്കൾ കണ്ടിട്ടില്ലേ? റിപ്ലൈ ദി ഹെർമിറ്റ്, സന്യാസി മറുപടി പറഞ്ഞു. മനസ്സിലായോ? സന്യാസി മറുപടി പറഞ്ഞു. എന്ത്? ഡു യു നോട്ട് സീ, താങ്കൾ കണ്ടിട്ടില്ലേ? സംഭവങ്ങളൊക്കെ താങ്കൾ കണ്ടിട്ടില്ലേ എന്ന് സന്യാസി രാജാവിനോട് പറഞ്ഞു. If you had not pitied my weakness yesterday and had not dug these beds for me, മനസ്സിലാവുന്നല്ലോ? If you had not pity, അനുകമ്പ. മനസ്സിലായോ? pity എന്ന് പറഞ്ഞാൽ അനുകമ്പ. pity, അനുകമ്പ. ഫീൽ പിറ്റി, അനുകമ്പ തോന്നുക. If you had not pitied my weakness, എന്റെ ദുർബലമായ ശരീരം, എന്റെ ബലഹീനതയോട്, വീക്ക്നെസ് ബലഹീനത. എന്റെ ബലഹീനതയോട് താങ്കൾക്ക് അനുകമ്പ തോന്നിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അനുകമ്പ, കരുണ, മേസി, മനസ്സിലായോ? കരുണ തോന്നിയിട്ടില്ല എങ്കിൽ, മനസ്സിലായോ? ഇഫ് യു ഹാഡ് നോട്ട് പിറ്റീഡ് മൈ വീക്ക്നെസ് യെസ്റ്റർഡേ, ഇന്നലെ താങ്കൾക്ക് എന്റെ ദുർബലമായ എന്റെ ശരീരത്തോട് ബലഹീനതയോട് താങ്കൾക്ക് അനുകമ്പ തോന്നിയിട്ടില്ലായിരുന്നുവെങ്കിൽ, എന്റെ ബലഹീനതയോട് താങ്കൾക്ക് അനുകമ്പ തോന്നിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇഫ് യു ഹാഡ് നോട്ട് പിറ്റീഡ് യെസ്റ്റർഡേ, മനസ്സിലായോ? ഇഫ് യു ഹാഡ് നോട്ട് പിറ്റീഡ് മൈ വീക്ക്നെസ് യെസ്റ്റർഡേ, എന്റെ ബലഹീനതയോട് താങ്കൾക്ക് അനുകമ്പ തോന്നിയിട്ടില്ലായിരുന്നുവെങ്കിൽ, പിന്നെ എന്തും യു ഹാഡ് നോട്ട് ഡഗ്, താങ്കൾ കുഴിച്ചിട്ടുമില്ലായിരുന്നുവെങ്കിൽ. ഡഗ് എന്ന് പറഞ്ഞാല് കുഴിക്കുക. ഡിഗിന്റെ പാസ്റ്റ് ആണ് എന്ത്? ഡഗ്. ടിപിയും ഡഗ് തന്നെ. മനസ്സിലായോ? ഡിഗ്, ഡഗ്, ഡഗ്. ഇഫ് യു ഹാഡ് നോട്ട് ഡഗ്, താങ്കൾ കുഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. ഇഫ് യു ഹാഡ് നോട്ട് ഡഗ്, താങ്കൾ കുഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. ദീസ് ബെഡ്സ്, ഈ തിണ്ണകൾ, മനസ്സിലായോ? ദീസ് ബെഡ്സ്, അതൊക്കെ ഇന്നലെ പഠിച്ചു. ദീസ് ബെഡ്സ്, ഈ തിണ്ണകൾ താങ്കൾ കുഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. ഫോർ മീ, എനിക്ക് വേണ്ടി ഈ തിണ്ണകൾ താങ്കൾ കുഴിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ. യു വുഡ് ഹാവ് ഗോൺ അവേ, അങ്ങനെ കുഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിട്ടുണ്ടാവും? താങ്കൾ യു വുഡ് ഹാവ് ഗോൺ അവേ. ഗോ അവേ എന്ന് പറഞ്ഞാൽ ദൂരത്തേക്ക് പോവുക. ഗോ അവേ.
ദൂരത്തേക്ക് പോകുക. അഥവാ ഇങ്ങനെ എന്റെ വീക്ക്നെസ്സിനോട് താങ്കൾക്ക് ചോദ്യം ചോദിച്ചു, പക്ഷെ ഞാൻ റിപ്ലൈ വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ താങ്കൾക്ക് എന്റെ ബലഹീനതയോട് അനുകമ്പ തോന്നിയിട്ടുമില്ല. അങ്ങനെ പിന്നെ അനുകമ്പ തോന്നിയിട്ടില്ല, പിന്നെ എന്തുമായിട്ടില്ല അനുകമ്പ, പിന്നെ ഡെഗ് 2 തിണ്ണകൾ കുഴിച്ചു കൊത്തി കൊടുത്തു എന്ന് പറഞ്ഞു. അതും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ യു വുഡ് ഹാവ് ഗോൺ അവേ, താങ്കൾ വിദൂരതയിലേക്ക് പോകും, അഥവാ തിരിച്ച് താങ്കൾ പോയിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? Then അങ്ങനെ അനുകമ്പ തോന്നാതെ പിന്നെ 2 തിണ്ണകൾ കൊത്തി കൊടുക്കാതെ രാജാവ് പോയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. Then അപ്പോൾ that man, ആ മനുഷ്യൻ would have attacked you, താങ്കളെ ആക്രമിച്ചിട്ടുണ്ടായേക്കാം. മനസ്സിലായോ? അങ്ങനെ അനുകമ്പ തോന്നിയിട്ടുമില്ല. അങ്ങനെ അനുകമ്പ തോന്നാതെ 2 ചിഹ്നങ്ങളൊന്നും കൊത്തി കൊടുക്കാതെ രാജാവ് ആൻസർ കിട്ടാത്ത ദേശത്തിൽ തിരിച്ചു പോവുകയും ചെയ്തിരുന്നെങ്കിൽ, ഇഫ് ദാറ്റ് അങ്ങനെയാണെങ്കിൽ, then ആ സമയം that man, ആ താടി വച്ച ആ മനുഷ്യൻ would have attacked you, താങ്കളെ ആക്രമിച്ചിട്ടുണ്ടായേക്കാം. ആക്രമിക്കുക. താങ്കളെ would have attacked you, താങ്കളെ ആക്രമിച്ചിട്ടുണ്ടായേക്കാം. അങ്ങനെ and you അങ്ങനെ ആക്രമിക്കും. അങ്ങനെ and you would have wished you, and you would have wished, താങ്കൾ ആഗ്രഹിച്ചിട്ടുമുണ്ടായേക്കാം. you would have wished, ആഗ്രഹിക്കും, you would have wished, താങ്കൾ ആഗ്രഹിച്ചിട്ടുമുണ്ടായേക്കാം. എന്ത്? you had stayed with me, താങ്കൾ എന്നോട് താമസിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, താങ്കൾ എന്നോട് കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്ന് പോലും താങ്കൾ ആഗ്രഹിച്ചിട്ടുണ്ടായേക്കാം. you would have wished, താങ്കൾ ആഗ്രഹിച്ചിട്ടുണ്ടായേക്കും. മനസ്സിലായോ? താങ്കൾ അങ്ങനെ ഇവിടെ നിൽക്കാതെ താങ്കൾ പോയി, അന്ന് വൈകുന്നേരം താങ്കൾ പോയിരുന്നുവെങ്കിൽ, if you അങ്ങനെയെങ്കിൽ you would have wished, താങ്കൾ ആഗ്രഹിച്ചിട്ടുണ്ടായേക്കാം. എന്താഗ്രഹിച്ചിട്ടുണ്ടായേക്കാം? you had stayed with me, താങ്കൾ എന്നോടൊപ്പം താമസിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായേക്കാം. മനസ്സിലായല്ലോ പറഞ്ഞേ? അങ്ങനെ ഒരു കാര്യം ചെയ്യാതെ താങ്കൾ അന്ന് രാത്രി പോവുകയാണെങ്കിൽ that man would have attacked you, താങ്കളെ മനുഷ്യൻ അറ്റാക്ക് ചെയ്തേക്കാം. അങ്ങനെ അറ്റാക്ക് ചെയ്താൽ you would have wished, താങ്കൾ ആഗ്രഹിച്ചിട്ടുണ്ടായേക്കും. എന്ത്? you had stayed with me, stay താമസിക്കുക. stayed ന്റെ പാസ്റ്റ് ആണ് stayed, stay ന്റെ പാസ്റ്റ് ആണ് stayed. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ you had stayed with me, താങ്കൾ എന്നോടൊപ്പം താമസിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചേക്കാം. മനസ്സിലായോ? സോ അപ്പോൾ the most important time, അപ്പോൾ പ്രധാനപ്പെട്ട സമയം, the most important, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയ സമയം. മനസ്സിലായോ? the most important time, ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട സമയം ഈസ് ആ സമയമായിരുന്നു. ഏതായിരുന്നു? when you were digging beds, ആ സമയം ആയിരുന്നു. എപ്പോഴായിരുന്നു? the most important time was, സമയമായിരുന്നു. ഏത് സമയമായിരുന്നു? when you were digging the beds, ഈ തിണ്ണകൾ കൊത്തിയെടുക്കുന്ന സമയമായിരുന്നു the most important time. മനസ്സിലായോ? മർമ്മപ്രധാനപ്പെട്ട സമയം ഏതായിരുന്നു? you were digging the beds, ഈ തിണ്ണകൾ കൊത്തിയുണ്ടാക്കുന്ന ആ സമയമായിരുന്നു ആ മർമ്മപ്രധാനപ്പെട്ട സമയം. മനസ്സിലായോ? അപ്പോ രാജാവിന്റെ ഒന്നാമത്തെ സംശയം എന്തായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്തായിരുന്നു? അപ്പോ അതിനുള്ള ഉത്തരമാണ് എന്ത്? the most important time is when you were digging the beds, ഈ തിണ്ണകൾ കൊത്തിയുണ്ടാക്കുന്ന സമയമായിരുന്നു ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട സമയം. ഇനി രാജാവിന്റെ രണ്ടാമത്തെ സംശയമാണ് ഏത് ജനങ്ങളെയാണ് ഏത് തരത്തിലുള്ള ജനങ്ങളെയാണ് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്? അപ്പോ അതിനുള്ള ഉത്തരം and I was, ഞാനായിരുന്നു
ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് മാൻ, ഏറ്റവും പ്രധാനപ്പെട്ട, ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് മാൻ, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണെന്ന് നിന്റെ ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് മാൻ ഈസ്, ആ സമയം ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ ആരാണ്? വാസ്, ഐ വാസ്, ഞാനായിരുന്നു. ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് മാൻ, ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട വ്യക്തി ഞാനായിരുന്നു. മനസ്സിലായല്ലോ? അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഞാൻ ഏറ്റവും ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ടു ഡു, ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട, ഞാൻ ചെയ്യേണ്ട ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഐ ഡു. മനസ്സിലായോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ചെയ്യേണ്ട ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു എന്ന രാജാവിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ഉത്തരം ടു ഡു മീ, എനിക്ക് ചെയ്തു തരിക. കാരണം ഞാനാണ് ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട വ്യക്തി. അപ്പോ എനിക്ക് ചെയ്തു തരിക, ടു ഡു മീ, എനിക്ക് ചെയ്തു തരിക. എന്ത് ചെയ്തു തരിക? ഗുഡ്, നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരിക എന്നതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം. ദി ഇമ്പോർട്ടന്റ് തിങ് ടു ഡു എന്നത് ടു ഡു മീ, എനിക്ക് ചെയ്തു തരിക. എന്ത് ചെയ്തു തരിക? ഗുഡ്, നല്ല കാര്യങ്ങൾ ചെയ്തു തരിക എന്നുള്ളത് വാസ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബിസിനസ്, താങ്കളുടെ ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട ജോലിയാണ്. എന്ത്? ടു ഡു മീ ഗുഡ്, എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തരിക എന്നത് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് യുവർ ബിസിനസ്, നിങ്ങളുടെ ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട കാര്യം അതാകുന്നു. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കച്ചവടമല്ല, ഇവിടെ എന്ത് കാര്യം? മർമ്മപ്രധാനപ്പെട്ട ബിസിനസ് കാര്യം എന്താണ്? ടു ഡു മീ ഗുഡ്, എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തരിക എന്നുള്ളതാണ്. ആഫ്റ്റർ വാർഡ്സ്, പിന്നീട്. ഇപ്പൊ രാജാവിക്ക് പിന്നീട്, ശേഷം. അപ്പോ ഒരു കാര്യം രാജാവിനിക്ക് എന്ത് ചെയ്തു? സന്യാസി വിശദീകരിച്ചു. അതിനുശേഷം ആഫ്റ്റർ വാർഡ്സ്, പിന്നീട്, അതിനുശേഷം. അപ്പൊ രാജാവ് എനിക്ക് സഹായങ്ങളൊക്കെ ചെയ്തു തരാതെ പോയിരുന്നെങ്കിൽ താങ്കളെ മനുഷ്യൻ കൊല്ലുമായിരുന്നു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സമയം ഏതാണ്? എനിക്ക് ഇമ്പോർട്ടന്റ് ആയ സമയം ഏതാണ്? താങ്കൾ ഈ ഡിഗിങ് ബെഡ്സ്, ഈ കുഴി കുഴിക്കുക എന്നതായിരുന്നു താങ്കളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സമയം. മനസ്സിലാവുന്നുണ്ടല്ലോ? പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് വ്യക്തി ആരാ? ഏത് ജനങ്ങളെയാണ് ഞാൻ കേൾക്കേണ്ടത്? അപ്പോൾ പറഞ്ഞു ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഈസ് മീ, ഞാനാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സമയം, ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ വ്യക്തി ഞാനാകുന്നു എന്ന് രാജാവിനോട് സന്യാസി പറഞ്ഞു. കാരണം ഞാനില്ലായിരുന്നെങ്കിൽ താങ്കൾ പോയിട്ടുണ്ടാകും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബിസിനസ്, താങ്കൾ ഏറ്റവും ചെയ്യേണ്ട കാര്യം എന്താണ്? ടു ഡു ഗുഡ് മീ, എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തരിക. മനസ്സിലായോ? അങ്ങനെ ഇപ്പൊ ഇനി അടുത്തത് ഇത് സന്യാസി രാജാവിന്റെ അടുക്കലേക്ക് ആ കൈവച്ച് ഓടി വന്ന മനുഷ്യൻ ഓടി വന്നല്ലോ. അതിനുശേഷം പിന്നീട് when the man ran to us, when the man, ആ മനുഷ്യനായപ്പോൾ എന്ത്? റണ്ണിന്റെ പാസ്റ്റ് ആണ് റാൻ. ഓടി വന്നപ്പോൾ, ran to us, നമ്മുടെ അടുക്കലേക്ക് ഓടി വന്നപ്പോൾ, ആ മനുഷ്യൻ, തടിവെച്ച മുറിവേറ്റ മനുഷ്യൻ നമ്മുടെ അടുക്കലേക്ക് ഓടി വന്നപ്പോൾ. ഇപ്പൊ നേരത്തെ സമയം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മൂന്ന് കാര്യങ്ങൾ വിശദീകരിക്കുക. ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈം, ഇമ്പോർട്ടന്റ് പേഴ്സൺ ആൻഡ് ഇമ്പോർട്ടന്റ് ബിസിനസ്. മൂന്ന് കാര്യങ്ങൾ നേരത്തെ വിശദീകരിച്ചു. ഇനി രണ്ടാമത്തെ ഫ്രേസിൽ രാജാവിനോട് വിശദീകരിച്ചു കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ അടുക്കലേക്ക് ആ മുറിവേറ്റ മനുഷ്യൻ ഓടി വന്നല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടൈം, ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈം, ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട സമയം ആയിരുന്നു. ഏതായിരുന്നു? when you were caring for him, നീ അവനെ ശുശ്രൂഷിക്കുന്നവരായിരുന്നു. ശുശ്രൂഷിക്കുന്ന സമയമായിരുന്നു. ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈം ഫോർ യു, താങ്കൾക്കുള്ള ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട സമയം ഏതായിരുന്നു? താങ്കളുടെ ജീവിതത്തിലുള്ള ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട സമയം ഏതായിരുന്നു? യു വേർ കെയറിംഗ് ഫോർ ഹിം, നീ അദ്ദേഹത്തെ, ആ മുറിവേറ്റ മനുഷ്യനെ ശുശ്രൂഷിക്കുന്ന സമയമായിരുന്നു ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് സമയം.
എന്ന് രാജാവിലേക്ക് സന്യാസി പറഞ്ഞു കൊടുത്തു. ബിക്കോസ് എന്താണ് അത് താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട സമയമാവാൻ കാരണം? ബിക്കോസ് കാരണം ഇഫ് യു ഹാഡ് നോട്ട് ഡ്രസ്ഡ് ഹിസ് വൗണ്ട്സ്, ഇഫ് യു ഹാഡ് നോട്ട് ഡ്രസ്ഡ് ഹിസ് വൗണ്ട്സ്, നീ അദ്ദേഹത്തിന്റെ ഇഫ് യു ഹാഡ് ഡ്രസ്ഡ്, നീ ഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? ഹാഡ് യു ഹാഡ് ഡ്രസ്ഡ്, യു ഹാഡ് ഡ്രസ്ഡ്, താങ്കൾ ഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുറിവ് ഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യു ഹാഡ് ഡ്രസ്ഡ്, താങ്കൾ ഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇഫ് യു ഹാഡ് നോട്ട് ഡ്രസ്ഡ്, താങ്കൾ അപ്പൊ യു ഹാഡ് നോട്ട് ഡ്രസ്ഡ്, താങ്കൾ ഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായി? യു ഹാഡ് നോട്ട് ഡ്രസ്ഡ്, താങ്കൾ ഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നോട്ട്, മനസ്സിലായോ? ഇഫ് യു ഹാഡ് നോട്ട് ഡ്രസ്ഡ്, താങ്കൾ ഡ്രസ് അഥവാ ഡ്രസ് മുറിവ് ഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇഫ് എങ്കിൽ അഥവാ താങ്കൾ അദ്ദേഹത്തിന്റെ മുറിവിലേക്ക് ഡ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഹിസ് വൗണ്ട്സ്, അദ്ദേഹത്തിന്റെ മുറിവുകൾക്ക് താങ്കൾ ഡ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ he would have died, അദ്ദേഹം മരിച്ചിട്ടുണ്ടായേക്കാം. മനസ്സിലായി? he would have died, അദ്ദേഹം മരിച്ചിട്ടുണ്ടായേക്കാം. without having, എങ്ങനെ? without having made peace with you, താങ്കളോട് സൗഹൃദം സ്ഥാപിക്കാതെ. നേരത്തെ പറഞ്ഞത് make peace, ഇന്നലത്തെ അർത്ഥത്തിൽ പറഞ്ഞതാണ് make peace with someone, ആരെങ്കിലുമായിട്ട് സൗഹൃദം, ചങ്ങാത്തം സ്ഥാപിക്കുക. മനസ്സിലായോ? എങ്ങനെ അദ്ദേഹം മരിച്ചിട്ടുണ്ടായേക്കാം? he would have died, അദ്ദേഹം മരിച്ചിട്ടുണ്ടായേക്കാം. എങ്ങനെ? without having made peace with you, താങ്കളോട് സൗഹൃദം സ്ഥാപിക്കാതെ. മനസ്സിലായോ? without having made peace with you, താങ്കളോട് സൗഹൃദം സ്ഥാപിക്കാതെ he would have died, അദ്ദേഹം മരിച്ചിട്ടുണ്ടായേക്കാം. മനസ്സിലായോ? അങ്ങനെ ഡ്രസ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം മരിച്ചേക്കാം. മനസ്സിലായല്ലോ? സോ അപ്പോൾ he was the most important man, അദ്ദേഹമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ the most important person I listened to them, ഞാൻ ആരിലേക്കാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് എന്ന രാജാവിന്റെ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം the man, ആ മനുഷ്യൻ, മുറിവേറ്റ ആ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹമാണ് the most important man, ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹമാകുന്നു. ഇനി മൂന്നാമത്തേത് വാട്ട് യു ഡിഡ് ഫോർ ഹിം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ത്? ഒന്നാമത്തേത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈം, രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ, മൂന്നാമത്തേത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബിസിനസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാട്ട് യു ഡിഡ് ഫോർ ഹിം, എന്താണ് താങ്കൾ ചെയ്തത്? ആർക്ക്? വാട്ട് യു ഡിഡ്, എന്താണ് താങ്കൾ ചെയ്തു കൊടുത്തത്? ആർക്ക്? ഫോർ ഹിം, അദ്ദേഹത്തിന്. ആ മുറിവേറ്റ് കിടന്ന മനുഷ്യനുണ്ടല്ലോ, അവനിക്ക് താങ്കൾ എന്താണ് ചെയ്തു കൊടുത്തത്? വാസ്, അതായിരുന്നു യുവർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബിസിനസ്, താങ്കളുടെ ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായല്ലോ? അപ്പോ ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട കാര്യം താങ്കൾ എന്താണ് ആ മനുഷ്യനിക്ക് ചെയ്തു കൊടുത്തത്, അതാണ് ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട കാര്യം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ, ആ താടി വെച്ച് വന്ന മുറിവേറ്റ് കിടക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹമാണ് ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട വ്യക്തി. മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈം, ആ മനുഷ്യന് ഓടി വന്നപ്പോൾ താങ്കൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചില്ലേ, ആ സമയമാണ് ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട സമയമെന്ന് സന്യാസി രാജാവിനിക്ക് മറുപടി കൊടുത്തു. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓരോന്നിനും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈം, അത് രണ്ടെണ്ണം, ഡിഗിങ് ആൻഡ് കെയറിംഗ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മാൻ, ഒന്ന് സന്യാസി, രണ്ടാമത്തെ അബിയേഡ് മാൻ. മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബിസിനസ്, എന്ത്? എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നു, അതാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ. പിന്നെ എന്താണ് മൂന്നാമത്തേത്?